ദൈവികമായ കൃപയിൽ നമുക്ക് അവകാശപ്പെടുവാനും നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുവാനും ആ ക്രിസ്തീയമായ യേശുവിൻ്റെ കരുണയും കൃപയും മാത്രമാണ് എന്ന് നമ്മെ തിരിച്ചറിയിപ്പിച്ച ഒരു വർഷക്കാലം ഏകദേശം പിന്നിടുകയാണ്. ഈ സന്ധ്യാസമയം പെരുന്നാളിൻ്റെ ചിന്തയോട് അനുബന്ധമായി ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച വാക്കുപോലെ അല്ലെങ്കിൽ വാക്യം പോലെ തന്നെ ആ വാക്യത്തെക്കുറിച്ച് തന്നെ അല്പസമയം നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യം അച്ഛനിവിടെ വായിച്ചു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു തമ്പുരാൻ എന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വീണ്ടും പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. നാം വായിച്ചു പോകുമ്പോൾ ഒരു സാധാരണ വാക്യമായി അല്ലെങ്കിൽ യേശു തമ്പുരാൻ്റെ ഏറ്റവും ചുരുക്കം ചില പ്രസംഗങ്ങളിലെ ഏറ്റവും മർമ്മമേറിയ അനുഭവമായിട്ട് നമുക്ക് വായിക്കുമ്പോൾ ഒരു പക്ഷേ തോന്നിയില്ലെങ്കിലും യേശു തമ്പുരാൻ ഒരു വലിയ ദേവാലയത്തിൻ്റെ പെരുന്നാളിൽ അനേക ആയിരങ്ങളുടെ നടുവിൽ നിന്ന് അവൻ പ്രസംഗിച്ചത് ഈ 2 വാക്യം മാത്രമാണ്. ഒരു ജനതയോട് മുഴുവൻ മണിക്കൂറുകൾ സംസാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ 2 വാക്യം മാത്രം വിളിച്ചു പറഞ്ഞ ഒരു ജീവിത അനുഭവമാണ് പ്രത്യേകാല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി 6-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളൂടെ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 6-ാം അധ്യായം മുഴുവനായിട്ട് പറയുന്നത് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുകയും യേശു തമ്പുരാൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവൻ ഓരോ കാര്യങ്ങളും സ്പഷ്ടമായും വ്യക്തമായും തൻ്റെ ശിഷ്യന്മാരോട് അറിയിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് 12 പേര് മാത്രമല്ല, യേശു തമ്പുരാൻ പോകുന്ന ഇടങ്ങളിലൊക്കെയും അവനെ അനുഗമിക്കുന്ന, അവൻ്റെ വാക്കുകളിൽ ശ്രദ്ധ ചെലുത്തുന്ന, അവൻ്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും ആകൃഷ്ടരായിരിക്കുന്ന ഓരോ വ്യക്തികളും അവനെ അനുഗമിക്കുകയാണ്. അങ്ങനെ ശിഷ്യ സമൂഹം 12 പേരെ തിരഞ്ഞെടുത്തുവെങ്കിലും അവരിൽ നിന്ന് അത് 50ഉം 100ഉമൊക്കെയുമായിട്ട് അതിലധികമായിട്ട് ശിഷ്യസമൂഹമായിത്തീരുകയാണ്. ശിഷ്യസമൂഹം തന്നെ അനുഗമിക്കുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യം മനസ്സിലാക്കുമ്പോൾ യേശു തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ, അത് സമൃദ്ധിയായിട്ടുണ്ടാകണമെങ്കിൽ നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകണമെങ്കിൽ നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് 6-ാം അധ്യായം മുഴുവൻ പറയുന്നത് അതിൻ്റെ ഓരോ വിശകലനമാണ്. അത് വായിച്ചാൽ നമുക്കറിയാം. തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും യേശു തമ്പുരാൻ അവിടെ എടുത്തു കാണിക്കുകയാണ്. ഈ ശിഷ്യന്മാരൊക്കെയും പരസ്പരം നോക്കി, ദൈവമേ, ഇവൻ്റെ കൂടെ കൂടിയാൽ ഇവൻ്റെ ശരീരം ഭക്ഷിക്കുകയും ഇവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യേണ്ട അവസ്ഥ നമുക്കുണ്ടാകുമല്ലോ എന്ന ഒരു സങ്കട അവസ്ഥയിലായി. അവർ പോകുന്നിടത്തൊക്കെ അപ്പവും, അവർ പോകുന്നിടത്തൊക്കെ ഭക്ഷണവും, അവർ പോകുന്നിടത്തൊക്കെ അതിശയവും കാണുന്ന ശിഷ്യസമൂഹം അവൻ പറഞ്ഞ ഒരു കഠിനമായ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 65-ാം വാക്യങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് പ്രത്യേകാല് കാണുന്നു, അവൻ്റെ ശിഷ്യന്മാർ ഈ പറഞ്ഞ വാക്യങ്ങൾ, അവൻ്റെ വാക്കുകൾ അതികഠിനമെന്ന് പറഞ്ഞ് അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോകുവാനായിട്ട് തുടങ്ങി. അവൻ്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോകുവാനായിട്ട് തുടങ്ങി. ആദ്യം 10 പേര് പോയി, പിന്നെ 10-20 പേര് പോയി, പിന്നെ വന്നു ചേർന്നവരൊക്കെയും പോയി, 12 പേരും യേശുക്രിസ്തുവും മാത്രമായിട്ട് അവിടെ അവശേഷിക്കുകയാണ്. ആ 12 പേരെ നോക്കിക്കൊണ്ട് യേശു തമ്പുരാൻ ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ?
നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. സാധാരണ നമുക്കറിയാം, എല്ലാ കാര്യത്തിലും ചാടിക്കേറി ഉത്തരം പറയുന്ന ആളാണ് ശീമോൻ പത്രോസ്. ഇവിടെയും ശീമോൻ പത്രോസ് ഉടനടി എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കാരണം നിന്നെ വിശ്വസിച്ചുകൊണ്ട്, നീ വിളിച്ചതുകൊണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളും, ഞങ്ങളുടെ പടകും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ അമ്മയപ്പന്മാരെയും ഞങ്ങളുടെ ഉപജീവന മാർഗവും ഒക്കെ ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? എന്നിട്ട് പറയുന്ന വാക്യമാണ് ഏറെ ശ്രദ്ധേയം. നിന്റെ പക്കൽ നിത്യജീവന്റെ വചനങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിന്റെ പക്കൽ നിത്യജീവന്റെ വചനങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ശീമോൻ പത്രോസ് ഏറ്റു പറഞ്ഞ ആ വിശ്വാസത്തിൻ്റെ അനുഭവം, അത് പാട്ടിലൂടെ നാം പാടിയ പാട്ടാണ്. നാം ആദ്യമേ പാടിയത്, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ അതിൻ്റെ വചനതലവും അതിൻ്റെ അർത്ഥതലവുമൊക്കെ ഒരൽപ്പം ചിന്തിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഏറെ അനുഗ്രഹകരമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ ഭാഗമൊക്കെ കഴിഞ്ഞ് യേശുതമ്പുരാനെ ഒന്ന് പ്രസിദ്ധപ്പെടുത്തണമെന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, യെരുശലേം ദേവാലയത്തിലെ കൂടാരപ്പെരുന്നാൾ സമാഗമനം ആയിരിക്കുകയാണ്. യെരുശലേം ദേവാലയത്തിൻ്റെ പെരുന്നാൾ അടുത്ത് വന്നിരിക്കുമ്പോൾ, നമുക്കറിയാം നമ്മുടെ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ അന്നായിരിക്കും ഒരുപക്ഷെ വിദേശത്തൊക്കെ ഉള്ളവരും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ലെങ്കിൽ പോലും വിദേശത്തുള്ളവരും ഒക്കെ വന്ന് നമ്മുടെ ഈ ദേശത്തിൻ്റെ മുഴുവൻ ഉത്സവമായിട്ട് ഈ ഇടവകയുടെ പെരുന്നാൾ മാറ്റപ്പെടുകയാണ്. എല്ലാവരും വരും, എല്ലാ വീട്ടുകാരും, പുറത്തുള്ളവരും, കേരളത്തിന് പുറത്തുള്ളവരും, ഇന്ത്യക്ക് പുറത്തുള്ളവരും ഒക്കെ, അല്ലെങ്കിൽ പള്ളി വരാത്തവരും ഇവിടെ വരുന്ന ഒരു സാഹചര്യമാണ് പെരുന്നാളുകൾക്ക്, അല്ലേ? എല്ലാവരും അറിയും. അന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് അച്ഛൻ അനൗൺസ് ചെയ്താൽ എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ പറഞ്ഞു, നീ ഇങ്ങനെ ഈ നസ്രയത്തിലും ഗലീലയിലുമൊക്കെ മാത്രം അത്ഭുതങ്ങളൊക്കെ കാണിച്ച് നിൽക്കരുത്. നിന്നെ ആളുകൾ അറിയണമെങ്കിൽ, നീ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണമെങ്കിൽ, നീ യെരുശലേം ദേവാലയത്തിലേക്ക് വന്ന് ആയിരങ്ങളും പതിനായിരങ്ങളും തിങ്ങിക്കൂടുന്ന ആ ദേവാലയത്തിൽ വന്ന് എന്തെങ്കിലും ഒരു അത്ഭുതമൊന്ന് പ്രവർത്തിക്കണം. അവിടെ നീ വന്നാൽ മതി, കാരണം അത്ഭുതം പ്രവർത്തിച്ചോളുമെന്നുള്ളത് അവർക്കറിയാം. നീ അവിടെ ഒന്ന് വരണം എന്ന് യേശുതമ്പുരാനെ നിർബന്ധപൂർവം ശിഷ്യന്മാർ പറഞ്ഞു. നമുക്കറിയാം, പരസ്യമൊക്കെ കൊടുക്കുന്നെന്ന് പറഞ്ഞതുപോലെ യേശുതമ്പുരാൻ ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്, ഒന്ന് ഉയർത്തി കാണിക്കുവാനായിട്ട് ശിഷ്യന്മാർ ആഗ്രഹിച്ചു. യേശുതമ്പുരാൻ പറഞ്ഞു, എൻ്റെ സമയമായിട്ടില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പെരുന്നാളിന് പൊക്കോ എന്ന് പറഞ്ഞ് അവർക്ക് മുമ്പായി യേശുതമ്പുരാൻ ശിഷ്യന്മാരെ പറഞ്ഞേക്കുകയാണ്. യേശുതമ്പുരാൻ പെരുന്നാളിന് പോകാതെ നിൽക്കുകയാണ്. ഈ ശിഷ്യന്മാർ ക്രിസ്തുവില്ലാതെ, യേശുതമ്പുരാൻ ഇല്ലാതെ പെരുന്നാളിൽ വന്നു. പെരുന്നാളെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞതുപോലെ ഒരു ദിവസം അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്ക് മാത്രമല്ല, ഒരാഴ്ചക്കാലം മുഴുവൻ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ 8 ദിവസം നിലനിൽക്കുന്ന ഒരനുഭവമാണ് പെരുന്നാൾ. നമ്മുടെ പെരുന്നാളും അങ്ങനെ തന്നെയാണ്, അല്ല എന്ന് വിശ്വസിക്കരുത്. കാരണം തലേ ഞായറാഴ്ച പെരുന്നാളിന് കൊടിയേറ്റി പിറ്റേ ഞായറാഴ്ചയാകുമ്പോൾ, അല്ലെങ്കിൽ ആ പെരുന്നാൾ ദിവസം വരെയും കഴിഞ്ഞിട്ടാണ് കൊടിയിറക്കുന്നത്. ആ 8 ദിവസക്കാലം, 7 ദിവസം പൂർത്തീകരിച്ച 8ാമത്തെ ദിവസം പൂർത്തീകരിക്കുന്ന പെരുന്നാളാണ് യഹൂദന്മാരുടെ പെരുന്നാളെന്ന് പറയുന്നത്. 2-3 ദിവസങ്ങൾ പിന്നിട്ടു. ശിഷ്യന്മാർ ഇതിലെയൊക്കെ ഇടയിലൂടെ, ആളുകളുടെ ഇടയിലൂടെയൊക്കെ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ പലരും ചോദിക്കാനായിട്ട് തുടങ്ങി, യേശുക്രിസ്തുവിനെ കണ്ടില്ലല്ലോ. അവൻ സാധാരണ ഇവിടെയൊക്കെ വന്ന അത്ഭുതങ്ങളും വലിയ വലിയ കാര്യങ്ങളുമൊക്കെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അവൻ്റെ ശിഷ്യന്മാരിവിടെയുണ്ട്, അവൻ്റെ അനുയായികൾ ഇവിടെയുണ്ട്, അവനെ കാണുന്നില്ലല്ലോ എന്ന് പലരും പെറുപിറുക്കുവാനായിട്ട് തുടങ്ങി.
യഹൂദന്മാർ ഒരു പക്ഷമായിട്ടും സാധാരണ ജനങ്ങൾ മറുപക്ഷമായിട്ടും നിന്ന് സംസാരങ്ങൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നടത്തപ്പെടുകയാണ്. ചിലർ പറഞ്ഞവൻ നല്ലവനാണ്, യഹൂദന്മാർ പറഞ്ഞ് അങ്ങനെയല്ല, അവൻ മോശമായ കാര്യങ്ങളാണ്, അവൻ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല, അവൻ കൃത്യമായ രീതിയിലല്ല ചെയ്യുന്നത്, മോശെ അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത്, ഇപ്രകാരമാണ് ചെയ്യേണ്ടത്, അവൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വ്യത്യാസമാണ് എന്ന് പറഞ്ഞ് യേശുവിനെ അധിക്ഷേപിക്കുന്ന, യേശുവിനെ തരം താഴ്ത്തുന്ന ഒരു കൂട്ടം ആളുകൾ. മറുകൂട്ടം ആളുകൾ അവൻ നല്ലവനാണ്, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, അവൻ ഏറ്റവും സ്നേഹാർദ്രമായി പെരുമാറുന്നു, അവൻ കാനാവിൽ അത്ഭുതം പ്രവർത്തിക്കുന്നു, അവൻ കുരുടനെ സൗഖ്യമാക്കുന്നു, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്ന പ്രവാചകനായ ഒരു മനുഷ്യനാണ് അവനെന്ന് പറഞ്ഞ് സാധാരണക്കാര് യേശുവിനെ പ്രകീർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ സാഹചര്യങ്ങളിലൊക്കെ ശിഷ്യന്മാര് ആ ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരനുഭവമാണ് കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഒക്കെ ദേവാലയത്തിലെ പണ്ടത്തെ അനുഭവം പോലെ ദേവാലയത്തിൽ കൂടി വന്നാൽ ആരാധനയിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് പരസ്പരം കുശുകുശുക്കുന്ന, പരസ്പരം കുശലമന്വേഷിക്കുന്ന, പരസ്പരം കുറ്റം പറയുന്ന സാഹചര്യമാണ് നമുക്ക് പണ്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴെല്ലാ ദേവാലയത്തിലും ഇതുപോലെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. കാരണം ഈ മാസ്ക് ഇട്ടേക്കുന്ന കാരണം എന്നാ പറയുന്നതെന്ന് പോലും അറിയത്തില്ല. സാധാരണ ചുണ്ടനക്കിയാൽ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും ചിത്രീകരിക്കാമായിരുന്നു. അപ്പോൾ ദൈവം അതിനും ഒരു അറുതി വരുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്തരം സാഹചര്യങ്ങളിലൂടെ അത് യെരുശലേം ദേവാലയത്തിലുമുണ്ട്, നമ്മുടെ ദേവാലയത്തിലുമുണ്ട്, ഏത് സമൂഹത്തിൽ ചെന്നാലുമുണ്ട്. അത്തരം സാഹചര്യത്തിൽ വളരെ വിഷമമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ശിഷ്യന്മാർ നിലനിൽക്കുമ്പോൾ ആ ശിഷ്യന്മാരെ അമ്പരപ്പിച്ചുകൊണ്ട് യേശു യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. യേശുവിനെ കണ്ട് ശിഷ്യന്മാർ വളരെ സന്തോഷം പൂണ്ടു. ആളുകൾ ഇവൻ എന്തെങ്കിലുമൊക്കെ അത്ഭുതം ഇപ്പം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ആളുകൾ അവനെ ഉറ്റുനോക്കുകയാണ്. യഹൂദന്മാർ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി സസൂക്ഷ്മം അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ യേശു തമ്പുരാനെ അവിടേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരു സംഭവം പ്രത്യേകാൽ ഉണ്ടാവുകയാണ്. ആ സംഭവം എന്ന് പറയുന്നത് ഈ പെരുന്നാളിൻ്റെ ആചരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ ആചരണം എങ്ങനെ വന്നു എന്നും കൂടെ പറയേണ്ടതായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകാൽ അല്ലെങ്കിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. മിസ്രൈമിലേക്കുള്ള യാത്രയിൽ മോശയുടെ നേതൃത്വത്തിൽ യഹൂദജനം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് രഫീദീമിൽ പാളയമിറങ്ങി. അവർ കട്ട മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ മരുഭൂമിയുടെ വിറങ്കലിച്ചുണങ്ങിയ അനുഭവങ്ങൾ, പൊടിക്കാറ്റടിച്ചുകൊണ്ട് മണലാരണ്യത്തിൽ ചവിട്ടിക്കൊണ്ട് ചുട്ടുപഴുത്ത മണലിൻ്റെ സഹിഷ്ണുതയ്ക്ക് അപ്പുറമായ ചൂട് ഏറ്റുകൊണ്ട് അവർ റഫീദീമിൽ പാളയമിറങ്ങി യാത്ര ചെയ്യുമ്പോൾ സർവജനത്തിനും ദാഹമുണ്ടായി, സർവചരാചരങ്ങൾക്കും ദാഹമുണ്ടായി. അവരുടെ കൂടെയുള്ള പക്ഷിമൃഗാദികൾക്ക്, അവരുടെ കൂടെയുള്ള യുവാക്കൾക്ക്, അവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക്, സർവ്വ മനുഷ്യർക്കും ദാഹമുണ്ടായി. നമുക്കറിയാം, ഇപ്പോഴത്തെയൊക്കെ ഒരു വെയിലത്ത് ഒരു 10 മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു 10 ചുവട്ടടി ആ വെയിലത്തൊന്ന് നടന്നാൽ നമുക്കറിയാം നമ്മൾ വെട്ടി വിയർത്ത് ദാഹിക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ അതിലൊക്കെ എത്രയോ 10 മടങ്ങ് ചൂടാണ് ഈ മണലാരണ്യത്തിൽ മരുഭൂമിയിലൂടെയുള്ള യാത്രയെന്ന് ഒരു പക്ഷേ മരുഭൂമി കണ്ടിട്ടുള്ളവർക്ക് അറിയുവാനായിട്ട് സാധിക്കും. കടൽ പോലെ അങ്ങനെ കയറ്റവർക്കമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. യാത്ര ചെയ്താലൊട്ട് ദൂരവും മുമ്പോട്ട് പോകത്തില്ല, പക്ഷെ വളരെ ബുദ്ധിമുട്ടുമാണ്. രഫീദീമിൽ പാളയിറങ്ങി കഴിഞ്ഞപ്പോൾ സർവജനത്തിനും ദാഹിച്ചു കഴിയുന്ന അനുഭവത്തിൽ സർവജനവും മോശയ്ക്ക് നേരെ പിറുപിറുക്കുകയാണ്. മോശ പറഞ്ഞു, ഞാൻ ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് വെള്ളം തരാനാ? അല്ലെങ്കിൽ 1-2 പാളപാത്രത്തിലോ കുപ്പിപ്പാത്രത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാത്രങ്ങളിലുള്ള തോലുപാത്രത്തിലോ ഉള്ള വെള്ളം തന്നാൽ ഇത്രമാത്രം ജനതയ്ക്ക് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഞാൻ എങ്ങനെ വെള്ളം തരാനാണ്? ജനം പിറുപിറുക്കാൻ തുടങ്ങി. ജനത്തെ അനുനയിപ്പിച്ചുകൊണ്ട് യാത്ര തുടരുവാനായിട്ട് മോശ ആ യാത്ര നയിക്കുകയാണ്. ദാഹം കൂടിക്കൂടി വരുന്നു, പ്രയാസങ്ങൾ കൂടിക്കൂടി വരുന്നു,
പിറുവിറുപ്പുകൾ കൂടിക്കൂടി വരുന്നു. അസഹിഷ്ണുതയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ മോശ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ ഇത്രയും ജനങ്ങൾക്ക് ദാഹാർദ്രമായ വെള്ളം കൊടുക്കുവാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് അവിടുന്ന് കനിവ് തോന്നണം, അവിടുന്ന് കൃപ തോന്നണമെന്ന് മോശ ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യഹോവയായ ദൈവം പറഞ്ഞു, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയുമെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ പോവുക. ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ ആ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാനുള്ള വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാത്ര ഏറ്റവും ബുദ്ധിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നിട്ട് മോശയോട് പറയുകയാണ്, നീ ഈ വടിയെടുത്ത് യാത്ര ചെയ്യണം, വീണ്ടും യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് ഹോറേബിൽ വരുമ്പോൾ ഞാനൊരു പാറയുടെ മുകളിൽ നിൽക്കും. വലിയ പാറക്കെട്ടും പാറമടയൊന്നുമല്ല, അല്ല പാറക്കുളമൊന്നുമല്ല. അവിടെ ഒരു പാറയുടെ മുകളിൽ നിൽക്കും. വടി കൊണ്ടടിക്കുവാൻ തക്ക വിധത്തിലുള്ള പാകമായ ഒരു പാറയുടെ മുകളിൽ നിൽക്കും. നീ ആ പാറയെ അടിക്കണം. ആ പാറയെ അടിക്കുമ്പോൾ ജനത്തിന് കുടിപ്പാനുള്ള വെള്ളം ലഭിക്കും. മോശ തൻ്റെ ജനത്തെ അനുനയിപ്പിച്ചുകൊണ്ട് വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. ഹോറേബിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഈ മരുഭൂമിയിൽ എവിടെയാണ് പാറയെ കണ്ടെത്തുവാൻ സാധിക്കുന്നത്? മണൽ പൊടിഞ്ഞ് അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഉള്ള ഭാഗങ്ങളൊക്കെ മൂടിപ്പോകുന്ന അനുഭവത്തിലാണ് ഈ മരുഭൂമിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. ജനത്തെ അനുനയിപ്പിച്ചുകൊണ്ട് ജനത്തിനു മുമ്പാകെ മൂപ്പന്മാരെ കൂട്ടിക്കൊണ്ട് ഈ ഹോറേബിലേക്ക് തൻ്റെ കയ്യിലെ വടിയുമെടുത്ത് താൻ അത്ഭുതം പ്രവർത്തിച്ച വെള്ളത്തെ കരയാക്കി മാറ്റുവാൻ തക്കവണ്ണം ശക്തി പ്രാപിച്ച ആ വടിയുമെടുത്തുകൊണ്ട് മോശ ജനത്തിൻ്റെ മുമ്പാകെ മൂപ്പന്മാരെ കൂട്ടി യാത്ര പുറപ്പെടുന്നു. ഹോറേബിൽ ചെല്ലുമ്പോൾ പാറയുടെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പ്രകാശം അനുഭവിച്ചറിയുവാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. ആ വിശ്വാസത്തോടുകൂടെ മോശ പാറയെ അടിച്ചു. ആ പാറയിൽ നിന്ന് ജലം പുറപ്പെട്ടു. ജനമെല്ലാം സന്തോഷമായി, ജനമെല്ലാം ആഹ്ലാദമായി. കാരണം ഒരിക്കലും നടക്കത്തില്ല, ഈ മരുഭൂമിയിൽ താളേടിയായി പോകും, ഈ മരുഭൂമിയിൽ അവശേഷിച്ചു പോകും, ഈ മരുഭൂമിയിൽ അസ്തമിച്ചു പോകുമെന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ ഇതാ മരുഭൂമിയുടെ പ്രയാണത്തിൽ പാറയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ദാഹാർദ്രമായിരിക്കുന്ന അനുഭവത്തിൽ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ സാധ്യമാകാത്ത വിധത്തിൽ അവർ സമൃദ്ധമായി ജലം കുടിച്ചു. അവർ സന്തോഷപ്രദമായി യാത്ര പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ സംഭവം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അന്നു മുതൽ അവരെല്ലാ വർഷവും ഈ സംഭവത്തെ അനുസ്മരിക്കുവാൻ, മരുഭൂമിയിൽ പാറയിൽ നിന്ന് വെള്ളം കുടിച്ച ആ തങ്ങൾക്ക് സംതൃപ്തി ലഭിച്ച അനുഭവത്തെ ഓർക്കുവാൻ വേണ്ടി അവർ കൂടാരപ്പെരുന്നാളിൽ ഇതിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അത് യഹൂദന്മാരും ആ ശുശ്രൂഷ നടത്തി വരികയാണ്. ഇനി എന്താണ് ആ ശുശ്രൂഷ എന്ന് പറയാം. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് കൂടാരപ്പെരുന്നാളിൽ പ്രത്യേകിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ജനം, ഇസ്രായേൽ ജനത്തിന് സംതൃപ്തി പകർന്നു കൊടുത്ത ജീവിതത്തിൻ്റെ അനുഭവത്തെ ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പെരുന്നാളിൻ്റെ എല്ലാ ദിവസവും നമ്മുടെ റാസായും അല്ലെങ്കിൽ നമ്മുടെ പ്രദക്ഷിണമൊക്കെ പോകുന്നത് പോലെ അത് ക്രിസ്തുവിൻ്റെ കുരിശിനെ വഹിക്കുന്ന രക്ഷാഗണ്യമായ അനുഭവത്തെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ കൂടാരപ്പെരുന്നാളിൽ പ്രത്യേകിച്ച് യഹൂദന്മാർ പണ്ട് രഫീദീമിൽ പാളയമിറങ്ങി യാത്ര ചെയ്ത് ഹോറേബിൽ സംതൃപ്തിയുടെ വെള്ളം കുടിച്ച ആ അനുസ്മരണത്തെ സ്മരിക്കുവാൻ വേണ്ടി അവരെല്ലാ ദിവസവും 8 ദിവസത്തെ പെരുന്നാളിൻ്റെ ആദ്യ ദിവസം ആരംഭിക്കുന്നത് ഈ ഒരു വലിയ പ്രൊസഷൻ, വലിയൊരു റാസയുടെ പ്രദക്ഷിണത്തിൻ്റെ അനുഭവം പോലെയാണ്. ജനമെല്ലാം കൂടി വരും, പ്രാർത്ഥനകളൊക്കെ നടത്തും, സങ്കീർത്തനങ്ങളൊക്കെ വായിക്കും. അതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ഇവർ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് 2 കുടമെടുത്തുകൊണ്ട് യാത്ര പുറപ്പെടും. 2 കുടം, അതിലൊരു കുടം കാലിയാണ്, മറ്റൊരു കുടത്തിൽ നിറച്ച് വീഞ്ഞാണ്. ഒരു കുടം വീഞ്ഞും ഒരു കുടവും എടുത്തുകൊണ്ട്, വെള്ളിപ്പാത്രമായ വെള്ളിക്കുടം എടുത്തുകൊണ്ട് പുരോഹിതന്മാർ ദേവാലയത്തിൽ നിന്ന്
യാത്ര പുറപ്പെടുകയാണ്. അത് പുരോഹിതന്മാർ മാത്രമല്ല, അവിടെ അവശേഷിക്കുന്ന ജനങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ നമ്മൾ റാസയ്ക്ക് പോകുന്നത് പോലെ ഭക്തി നിർഭരമായി സങ്കീർത്തനങ്ങളൊക്കെ പാടി, യെരൂശലേമേ നിന്റെ പടിവാതിക്കൽ എൻ്റെ കാലുകൾ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തന ഭാഗങ്ങളും സേലാകളും ഒക്കെ ചൊല്ലിക്കൊണ്ട് ഇവർ ഇങ്ങനെ ആഘോഷപൂർവമായി കീർത്തനങ്ങൾ പാടി യഹോവയ്ക്ക് മഹത്വം പാടി പുരോഹിതന്മാർ നമ്മുടെ പ്രദക്ഷിണം യാത്ര പുറപ്പെടുന്നത് പോലെ തന്നെ യാത്ര പുറപ്പെടും. വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവരിറങ്ങി, അവർ പ്രധാന വാതിലിലൂടെ ഇറങ്ങി, അവർ എല്ലാവരും പുരോഹിതന്മാർ മുമ്പിൽ ഇത് നയിക്കും. ജനങ്ങൾ മുഴുവൻ ആ കൂട്ടത്തിൽ കൂടും. അവർ നേരെ പോകുന്നത് കിദ്രോൻ തോട്ടിലേക്കാണ്. കിദ്രോൻ തോട്ടിൻ്റെ അവിടെ ചെന്നിട്ട് പുരോഹിതന്മാർ ആദ്യം തങ്ങളുടെ കൈക്കുമ്പിളിൽ, അതായത് തങ്ങളുടെ കൈകളടുപ്പിച്ച് ഈ തോട്ടിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളം കുടിക്കും. ഒരു കൈക്കുമ്പിൾ വെള്ളം കുടിച്ച് തങ്ങൾ കൊണ്ടുപോയ ഈ വെള്ളിപ്പാത്രത്തിൽ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവരൊരു കുടം വെള്ളം കൂടെ എടുക്കും. അവരൊരു കുടം വെള്ളവും ഒരു കുടം വീഞ്ഞുമായിട്ട് അവർ ശേഖരിച്ച് വെക്കും. അത് കഴിഞ്ഞ് ഓരോരുത്തരും, ഓരോ ജനങ്ങളും, ഈ റാസയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ഈ പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുന്ന ഓരോ ആളുകളും തങ്ങളുടെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിച്ച് അവർ ഇതുപോലെ തന്നെ വീണ്ടും ദേവാലയത്തിലേക്ക് സങ്കീർത്തനങ്ങൾ പാടി, സ്തുതികൾ പാടി, കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവർ വീണ്ടും യാത്ര പുറപ്പെടും. അവർ ദേവാലയത്തിൻ്റെ പടിവാതിക്കൽ നിന്ന് സങ്കീർത്തന ഭാഗങ്ങളൊക്കെ ചൊല്ലി, പ്രത്യേകിച്ച് 122 സങ്കീർത്തനം പ്രത്യേകാൽ ചൊല്ലും. അതിൻ്റെ അകത്തെ 2-3 വാക്യങ്ങളൊക്കെ അവരിങ്ങനെ വാക്യങ്ങളൊക്കെ ചൊല്ലി ഉരുവിട്ടുകൊണ്ട്, നമ്മൾ പ്രദക്ഷിണത്തിന് ഗാനങ്ങളൊക്കെ പാടുന്നെന്ന് പറഞ്ഞതുപോലെ അവർ സങ്കീർത്തനങ്ങൾ വായിച്ചുകൊണ്ട് ഈ വീണ്ടും ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വരും. അപ്പോൾ വീണ്ടും ജനങ്ങളെല്ലാം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടും. അവർ ഒന്നിച്ചുകൂടി ഈ ഒരു കുടം വെള്ളവും ഒരു കുടം വീഞ്ഞും പുരോഹിതന്മാർ ഈ വിശുദ്ധ സ്ഥലത്ത് ഒരു വലിയ പാത്രം ക്രമീകരിച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരുമിച്ച് ഒരു കുടം വെള്ളവും ഒഴിക്കും, അതുപോലെ വീഞ്ഞും ഒഴിക്കും. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു കുഴൽ വഴിയായിട്ട് വീണ്ടും ഈ വെള്ളം കിദ്രോൻ തോട്ടിലേക്കും അവിടുന്ന് യോർദാൻ നദിയിലേക്കും അതവസാനം ചാവുകടലിലേക്കും ചെന്നെത്തുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹകരമായി അവരെല്ലാ ദിവസവും ചെയ്യും. ഈ ശുശ്രൂഷ ചെയ്തതിന് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഓരോ ദിവസവും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കഷ്ടപ്പെട്ട, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പ്രയാസം അനുഭവിച്ച, തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ദാഹാർദ്രമായി നിന്ന അനുഭവത്തിൽ ദൈവം കൃപ ചെയ്ത വലിയ മഹത്വത്തെ അറിയിക്കുന്ന ശുശ്രൂഷയുടെ മഹത്വം ഓരോരുത്തരും കൃത്യമായി അറിയുവാൻ തക്കവണ്ണം അവരാ ശുശ്രൂഷയ്ക്ക് ഒരു പൂർത്തീകരണമെന്ന നിലയിൽ ഓരോ ആചാര്യന്മാർ അല്ലെങ്കിൽ ശ്രേഷ്ഠ പുരോഹിതന്മാർ അവരോട് സംസാരിക്കും. നമ്മുടെ വചന ശുശ്രൂഷ അതിൻ്റെ ഒരു ഭാഗം പോലെ ആണ്. അങ്ങനെ സംസാരിച്ച് ഇവരെല്ലാ ദിവസവും ഈ ശുശ്രൂഷ പൂർത്തീകരിക്കും. അതാണ് യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളിൻ്റെ, പ്രത്യേകിച്ച് ഈ അനുസ്മരണത്തിൻ്റെ ഓർമ്മയുടെ അനുഭവമായിട്ട് അവർ കൊണ്ടാടുന്നത്. വിശുദ്ധീകരിക്കപ്പെട്ട വെള്ളം ഇസ്രായേൽ മക്കളുടെ ദാഹം ശമിപ്പിപ്പാൻ ദൈവം കൽപ്പനപ്രകാരം പാറയിൽ നിന്ന് പുറപ്പെടുവിച്ച ആ ഉറവയുടെ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന, പിതാക്കന്മാർക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെ അനുസ്മരിക്കുന്ന ഒരനുഭവമായിട്ട് അവർ എല്ലാ ദിവസവും ഈ ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ശുശ്രൂഷയുടെ 8-ാം ദിവസവും വന്നു. 8-ാം ദിവസം നമുക്കറിയാം, 7 ദിവസവും പറഞ്ഞു. ഇനി പ്രത്യേകിച്ച് പറയാനായിട്ട് ഒന്നുമില്ല. കാരണം പുരോഹിതന്മാരെല്ലാവരും പറഞ്ഞു, അല്ലെങ്കിൽ ശ്രേഷ്ഠ പുരോഹിതന്മാരൊക്കെ പറഞ്ഞു. ഇനി പറയാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്കറിയാം 7 ദിവസവും പറഞ്ഞു. ഇനി 8-ാമത് പറഞ്ഞാൽ അത് കുറെ കൂടെ ആവർത്തന വിരസതയായിട്ട് തോന്നും. അവരിങ്ങനെ ചിന്തിച്ചു, യേശു തമ്പുരാനൊരു പണി കൊടുക്കണം, യേശു തമ്പുരാനൊരു പണി കൊടുക്കാം. കാരണം ഇതിനെക്കുറിച്ച് ഇവൻ എന്നാ പറയുമെന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് 8-ാം ദിവസം ഈ ശുശ്രൂഷ പൂർത്തീകരിച്ച് ഈ വിശുദ്ധീകരിക്കപ്പെട്ട വെള്ളം അതെല്ലാം അനുഭവിച്ച് അവർ 8 ദിവസത്തെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വന്നിട്ട് വചന ശുശ്രൂഷയുടെ അനുഭവമായപ്പോൾ അവർ യേശു തമ്പുരാനെ ചൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് നീ ജനത്തോട് സംസാരിക്കണം, ഇന്ന് നീ ജനത്തോട് സംസാരിക്കണം. എന്തോ സംസാരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, ആ സാഹചര്യമാണ് യോഹന്നാൻ അതിമനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു.
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു തമ്പുരാൻ നിന്നുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവൻ അധികമൊന്നും പറഞ്ഞില്ല. രണ്ട് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 8 ദിവസവും 8 വർഷക്കാലവും 80 വർഷക്കാലവും 800 സംവത്സരമായിട്ട് ഈ ശുശ്രൂഷ അനുഷ്ഠിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനമേ, നിങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പോഴും ആ അഗ്നിയുടെ അനുഭവം പോലെ നിങ്ങളുടെ ആത്മാവ് നിലനിൽക്കുന്നു. ഇപ്പോഴും വരണ്ട ജീവിതത്തിൻ്റെ അനുഭവം പോലെ നിങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നു. ഇപ്പോഴും മണൽക്കാറ്റിൽ തകർന്നു പോകുന്ന ജീവിതം പോലെ നിങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നു. അവൻ അന്തരംഗങ്ങളെ തൂക്കിക്കൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഈ ശുശ്രൂഷ 8 ദിവസവും പൂർത്തീകരിച്ചുവെങ്കിൽ, സംതൃപ്തിയുടെ ജനം അന്ന് പിതാക്കന്മാർ അനുഭവിച്ചുവെങ്കിൽ, സംതൃപ്തരല്ലാതെ നിൽക്കുന്ന അനേകായിരങ്ങളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ള ആ ദിവ്യമായ അനുഭവം അറിഞ്ഞുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ പ്രസംഗം, എത്ര അർത്ഥതലമുള്ള അനുഭവം, എത്ര ശ്രേഷ്ഠമായ വചനം. മനസ്സിലാക്കേണ്ടുന്ന എല്ലാവരും അതിന് സംശയം ചോദിച്ചില്ല. യഹൂദന്മാരും പണ്ഡിതന്മാരും വേദശാസ്ത്രജ്ഞന്മാരും ആരും അതിനൊരു മറുപടി പറയുന്നില്ല. അവൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായിട്ട് പതിച്ചു. ഒരു മറുപടിയോ ഒരു പ്രത്യുത്തരമോ ഒരു പ്രതിവാക്യമോ ചൊല്ലാതെ, ഏറ്റുപറയാതെ അവർ സസൂക്ഷ്മം അവൻ്റെ വചനത്തെ ശ്രദ്ധിച്ചു. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കലേക്ക് വരണം. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിട്ട് പ്രിയമുള്ളവരെ ഞാനും ഓർമ്മിപ്പിക്കുന്നു, ദാഹിക്കുന്നവൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം. അതിൻ്റെ സ്പഷ്ടമായ ഉത്തരം യോഹന്നാൻ തന്നെ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ, ശമരിയക്കാരി സ്ത്രീ അവൾ ദാഹത്തെക്കുറിച്ചോ അവളുടെ ജീവിതത്തെക്കുറിച്ചോ അവളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചോ ഒന്നുമല്ല അവിടെ യോഹന്നാൻ സൂചിപ്പിക്കുന്നത്. ഒരു കഥയെഴുത്തായിട്ടല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതം പോലെ കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ, നിന്ദകളും പഴികളും ദുഷികളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമാണ് ശമരിയക്കാരി സ്ത്രീയുടേത് പോലെ തന്നെ നമ്മുടേതും. അവളോട് പറയുകയാണ്, ഞാനതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അവളോട് പറയുകയാണ്, നിന്നോട് വെള്ളം ചോദിച്ചവൻ ആരെന്ന് നീ അറിയുകയാണെങ്കിൽ നീ അവനോട് വെള്ളം ചോദിച്ചാൽ അവൻ നിനക്ക് ജീവൻ്റെ ജലം തരും. നിന്നോട് ദാഹാർദ്രമായിട്ട് നിന്നോട് വെള്ളം ചോദിച്ചവൻ അവൻ ആരെന്നറിയുകയും അവനോട് നീ വെള്ളം ചോദിക്കുകയും ചെയ്താൽ അവൻ നിനക്ക് ജീവൻ്റെ ജലം തരും. അവൾ വിളിച്ചു പറയുകയാണ്, കർത്താവേ, ഈ കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ കോരുവാൻ, നിന്ദ്യമായ അനുഭവങ്ങളിൽ മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവുമേറ്റ് ഇവിടെ വന്ന് കോരുവാൻ സഹിക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം എനിക്ക് ആ ജലം തരണമേ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവൾക്ക് ജലം യേശു തമ്പുരാൻ കോരിക്കൊടുക്കുന്നില്ല. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിൻ്റെ തൊട്ടിയും ബക്കറ്റും ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നീ കോരുവെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. അവളൊരു പട്ടണത്തെ മുഴുവൻ ആ ദാഹാർദ്രമായ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന്, പാപത്താൽ മലിനമായ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ദർശനത്തിലേക്ക് അവൻ ദാഹം തീർത്ത ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ആക്കി തീർക്കുന്നു എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു തമ്പുരാൻ പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവൻ രണ്ടാമത് പറഞ്ഞ ഭാഗമാണ് രണ്ടാമത് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. അതിനു മുമ്പ് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം പറയുന്നുണ്ട്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിക്കുകയും ഒരേ ആഹാരം കഴിക്കുകയും ചെയ്തു. തങ്ങളെ അനുഗമിച്ച ആത്മീക പാറയെന്നത്ര അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. യേശു തമ്പുരാൻ പറഞ്ഞ പ്രസംഗത്തിൻ്റെ ദിവ്യമായ അനുഭവവും പഴയ നിയമത്തിൻ്റെ പൊരുളുമൊക്കെ വെച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എല്ലാവരും ഒരേ പാറയിൽ നിന്ന് ആത്മിക ആഹാരവും ആത്മിക ഭക്ഷണവും കഴിച്ചു. ആ പാറ ക്രിസ്തുവാണെന്ന് യേശു തമ്പുരാൻ്റെ ദിവ്യമായ അനുഭവത്തെ, ഈ പ്രഭാഷണത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ട് പറയുകയാണ്. രണ്ടാമത്തെ ഭാഗം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യം. ദാഹിക്കുന്നവൻ അടുത്തു ചെല്ലുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റമാണ് പറയുന്നത്. എന്നിൽ
വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജല നദി ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജല നദി ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു ചോദ്യം ചോദിച്ചാൽ അത് കൂടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ രീതിയിൽ നമ്മൾ ചോദിക്കുന്നത് പോലെ എന്നോട് തന്നെ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? സാധാരണ നമ്മൾ പറയും പെന്തിക്കോസ്തുകാരാണ് ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്, ഇപ്പോൾ അച്ഛനും ചോദിക്കാൻ തുടങ്ങിയോ എന്ന് ചിന്തിക്കരുത്. ഈ വചനം അടിസ്ഥാനമാക്കി ഞാൻ ചോദിക്കുന്നു. ഇവിടെ യേശു തമ്പുരാൻ പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. യേശു തമ്പുരാൻ അല്ല പറഞ്ഞത്, തിരുവെഴുത്ത് പറയുകയാണ്, തിരുവചനം ഓർപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്നോടും നിങ്ങളോടും തന്നെ വീണ്ടും വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുക, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവനാണെന്ന് ഏറ്റുപറയുകയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വരാത്ത ജീവിത അനുഭവമാണെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാനായിട്ട് സാധിക്കും? ഇവിടെ പറയുകയാണ്, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. പ്രിയമുള്ളവരെ, വിഷമമായിട്ട്, പ്രയാസമായിട്ട്, സങ്കടങ്ങളായിട്ട് ഒരു മനുഷ്യനെ നിങ്ങളെ സമീപിച്ചാൽ അവനത് ആശ്വാസമായിട്ട് തിരികെ പോകുന്നുവെങ്കിൽ നീ യേശുവിൽ വിശ്വസിക്കുന്നവനാണ്. സങ്കടം പറയാൻ വന്നവനെ ഇരട്ടി സങ്കടപ്പെടുത്തി നിരാശനായിട്ട് ആണവൻ നിന്റെ സന്നിധിയിൽ നിന്ന് പോകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത ആ ക്രിസ്തുവിൻ്റെ വചനം, അവനിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ സഹോദര വിഷമിക്കേണ്ട, ഈ പ്രയാസങ്ങൾ മാറും, ഈ കഷ്ടങ്ങൾ മാറും, ഈ ദുരിതങ്ങൾ മാറും, ഈ ദുഃഖങ്ങൾ മാറുമെന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ എത്ര സഹോദരങ്ങൾ, എത്ര ആളുകൾ, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ദൂരെയും ചാരയുമായിരിക്കുന്ന ആളുകൾ എത്ര പേര് ഇപ്പോൾ വിഷമം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് പറയും, എനിക്ക് സമയമില്ല എന്ന്. ഇപ്പോൾ സമയം പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. വീട്ടിൽ ഇരുന്നിരുന്നിരുന്ന് മടുത്ത അനുഭവമായി അല്ലേ? എത്ര പേര് ജോലി നഷ്ടപ്പെട്ടവർ, എത്ര പേര് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നവർ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തുവെങ്കിൽ അവൻ്റെ മരണത്തിൽ ഞാനും നിങ്ങളും ഉത്തരവാദിയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഒരു പക്ഷേ നമ്മളും ചിന്തിക്കാം, അവന് മുമ്പേ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടതാണ്, പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നതെന്ന്. സങ്കടപ്പെടുന്നവനെ, പ്രയാസം അനുഭവിക്കുന്നവനെ തേടിപ്പിടിച്ചുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ചുകൊണ്ട്, സഹോദര വിഷമിക്കേണ്ട, ഇതൊക്കെ മാറും, കഷ്ടതയൊക്കെ മാറും, പ്രയാസങ്ങളൊക്കെ മാറും, ഈ കഷ്ടതകളൊക്കെ ദൈവം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവനെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ജീവജല നദി ഒഴുകുന്നുണ്ട്. അത് തോടുവെട്ടിയൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. അത് വ്യക്തമായ ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണെന്ന് ഞാൻ പ്രത്യേകാല സൂചിപ്പിക്കട്ടെ. ഒരു സംഭവത്തിലൂടെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സമവീക്ഷണ സുവിശേഷത്തിൽ യേശുതമ്പുരാൻ അത്ഭുതം പ്രവർത്തിച്ച ഒരു സംഭവം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 45 വരെ ഉള്ള വാക്യങ്ങളിലും ആ സംഭവം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ആ സംഭവം ഇതാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എടുക്കാം. യേശു തമ്പുരാൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരുമായി മറുരൂപ മലയിലേക്ക് പോയി. ആരൊക്കെയാണത്? പത്രോസും യാക്കോബും യോഹന്നാനും. ഈ പ്രിയ ശിഷ്യന്മാരുമായി മറുരൂപ മലയിലേക്ക് പോയി. ആ സമയം ബാക്കി എത്ര പേരുണ്ടായിരുന്നു? ശിഷ്യന്മാരിൽ ബാക്കി എത്ര പേരുണ്ട്? 9 പേരല്ലേ? ചോദിച്ച് കുഴപ്പിക്കുന്നില്ല. 9 പേര് ഈ മലയുടെ താഴ്ഭാഗത്ത് നിൽക്കുകയാണ്. അവരെന്താ ചെയ്തതെന്നറിയാമോ?
മേളിലോട്ട് പോയ ചരിത്രമൊക്കെ നമുക്കറിയാം അല്ലേ, അവിടെ കൂടാരം പണിയാവുന്നു, കുടിൽ പണിയാവുന്നു, കൊട്ടാരം പണിയാവുന്നു ഒക്കെ പറഞ്ഞ കാര്യം നമുക്കറിയാം. പക്ഷേ താഴെയുള്ള ചരിത്രം ഒരുപക്ഷെ നമ്മൾ വിസ്മരിച്ചു പോകാറുണ്ട്. ആ താഴെയുള്ള ചരിത്രം വിവരിക്കുന്നതാണ് ഈ സുവിശേഷ ഭാഗം. യേശു തമ്പുരാൻ പ്രിയ ശിഷ്യന്മാരുമായ മറുരൂപ മലയിലേക്ക് പോയി അവിടെ സംഗതികളൊക്കെ നടക്കട്ടെ. അവിടെ നടക്കുമ്പോൾ ഈ താഴ്ഭാഗത്ത് 9 പേരുടെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് തൻ്റെ മകനുമായി കടന്നു വരികയാണ്. മകനുമായി കടന്നു വന്നു. അവൻ യേശുവിനെ അന്വേഷിച്ചാണ് വന്നത്. യേശുവിനെ അന്വേഷിച്ച് വന്നു. യേശു തമ്പുരാൻ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി. ശിഷ്യന്മാർ പറഞ്ഞു, എന്ത് പറ്റി? പറഞ്ഞു, എൻ്റെ മകൻ അവൻ ഏത് സമയവും വളരെ പ്രയാസമാണ്. അവനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുകയാണ്. അവൻ പല പ്രയാസത്തിലാണ്. പല സമയത്തും അവൻ പല്ല് കടിച്ച് നുരച്ചുകൊണ്ട് നിൽക്കും. ചില സമയത്ത് അവൻ താഴെ വീണു ഉരുളും. അവൻ ആകെ സങ്കടത്തിലാണ്. ഞാൻ പല വൈദ്യന്മാരുടെ അടുക്കലും കൊണ്ടുപോയി, ഏറെ മരുന്ന് ചെയ്തു, ഏറെ വൈദ്യം ചെയ്തു, ഏറെ കാശ് മുടക്കി. പക്ഷെ ഇന്നേ വരെ യാതൊരു പ്രയോജനവുമില്ല. അവൻ ജനിച്ച നാൾ മുതൽ ഇങ്ങനെയാണ്, യാതൊരു പ്രയോജനവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞു, ഈ യേശു എന്ന് പറയുന്ന ആളുടെ അടുക്കലേക്കൊന്ന് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. ഞാൻ അങ്ങനെ അവനെ അന്വേഷിച്ച് ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞു, അത്രേ ഉള്ളോ കാര്യം, അത്രേ ഉള്ളോ, ഇത് നിസ്സാരമായ കാര്യം, ഇങ്ങോട്ട് കൊണ്ടുപോരെ, പെട്ടെന്ന് ശരിയാകാം. ശിഷ്യന്മാർ അവർ മുമ്പ് ചെയ്തിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല, സാരമില്ല. യേശു തമ്പുരാൻ മലമുകളിലേക്ക് പോയിരിക്കുകയാണ്, അവൻ വരാനായിട്ട് ആരെ താമസിക്കും, നിങ്ങൾ അവരെ ഇങ്ങ് കൊണ്ടുപോര് എന്ന് പറഞ്ഞു. അവൻ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ശിഷ്യന്മാർക്കാകെ നാണക്കേടായി, ശിഷ്യന്മാർക്കാകെ പ്രയാസമായി. യഹൂദന്മാരും കൂടി നിന്ന ജനങ്ങളുമൊക്കെ കളിയാക്കുവാനായിട്ട് തുടങ്ങി. അവിടുന്ന് ഓടി രക്ഷപ്പെടാനും മേലെ. കാരണം യേശുക്രിസ്തുവും 3 പേരും മലമുകളിൽ ഇറങ്ങി വരുമ്പോൾ ഇവിടെ നിന്നോണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഓടി രക്ഷപ്പെടാനും മേല, ആകെ നാണക്കേടുമായ ഒരു സാഹചര്യത്തിലാണ് ശിഷ്യന്മാർ അവിടെ നിൽക്കുന്നത്. യേശു തമ്പുരാൻ ഈ സംഭവമൊക്കെ കഴിഞ്ഞ് പ്രിയ ശിഷ്യന്മാരുമായി മഹത്തരമായ ദർശനത്തിൻ്റെ അനുഭവത്തെയൊക്കെ ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞവരെ രഹസ്യമായിട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സാഹചര്യത്തിൽ അവിടെ വലിയൊരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ കണ്ടു. യേശു തമ്പുരാൻ അവിടോട്ട് ചെന്നു. എന്താണ് പ്രയാസം? എന്താണ് സംഭവിച്ചത്? അവിടെ ജനക്കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മകൻ, അവൻ ചെറുപ്പം മുതലേ അവനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും അവനെ ചിലപ്പോൾ തീ തള്ളിയിടും, ചിലപ്പോൾ നിലത്ത് തള്ളിയിടും, ചിലപ്പോൾ പൊടിയിൽ കിടന്നുടരും, ഉരുളുന്ന അനുഭവം ഉണ്ടാകും. ഇങ്ങനെ പലവിധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഏറെ വൈദ്യം ചെയ്ത് ഞാൻ സഹികെട്ടുകൊണ്ട് അവസാനം നിൻ്റെ അടുക്കലേക്ക്, യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. ഞാൻ ഈ ശിഷ്യന്മാരുടെ അടുക്കൽ അവനെ ഏൽപ്പിച്ചു. പക്ഷേ അവർക്കൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമായില്ല. ഇവിടെ യേശു തമ്പുരാൻ ആദ്യമേ ശിഷ്യന്മാരെ ശാസിച്ചു പറയുകയാണ്, ആദ്യമേ അവരോട് എതിർത്ത് പറയുകയാണ്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. എൻ്റെ കൂടെ കൂട്ടി അത്ഭുതങ്ങൾ കാണിച്ച് വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ ദർശിപ്പിച്ച് ജീവിതത്തിൽ ആത്മീകമായ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് യേശു തമ്പുരാൻ പറയുകയാണ്, ഞാനൊരല്പസമയം മാറി നിന്നപ്പോൾ അവിശ്വാസമുള്ള ശിഷ്യന്മാരെ, അവിശ്വാസമുള്ള തലമുറയെ എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കുവാനായിട്ട് പറ്റും? എപ്പോഴും നിങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കുമോ? ഞാൻ പോയാലും നിങ്ങൾ ശക്തിയുള്ളവരാകണം, നിങ്ങൾ വിശ്വാസമുള്ളവരാകണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു താക്കീത് ശിഷ്യന്മാർക്ക് നൽകുകയാണ്. അവരൊന്നും പറയാൻ സാധ്യമാകാതെ, പ്രത്യുത്തരമൊന്നും പറയാതെ അവർ എളിഭ്യരായി നിൽക്കുകയാണ്. ഇത് കണ്ട് വന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ കാരണം ഇവർ വഴക്ക് കേൾക്കണ്ട, ഞാൻ കാരണം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട. ആ മനുഷ്യൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അനുഭവം കൊണ്ടോ സങ്കടങ്ങൾ കൊണ്ടോ നിരാശകൾ കൊണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ 9-ാം അധ്യായം 22-ാം വാക്യം, ഞാൻ ഇത്രയുമൊക്കെ ചെയ്തു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, നിനക്ക് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ, എന്തെങ്കിലും തരാൻ പറ്റുമെങ്കിൽ,
എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അധികാരത്തോടുകൂടെ ആ മനുഷ്യനോട് പറയുകയാണ്, എൻ്റെ പ്രിയ സഹോദര, നിന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്നല്ല, നിന്നാൽ വല്ലതും കഴിയുമെന്നല്ല, വിശ്വസിക്കുന്നവന്, ബാക്കി നിങ്ങളാ പറയണ്ടേ, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാകുമെന്ന് പറഞ്ഞു. ഈ സകലതിലും എന്ന ബ്രാക്കറ്റിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഉൾപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഷ്ടതകൾ അനുഭവിക്കുന്നവര് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, വിദൂരങ്ങളിലുണ്ടെങ്കിൽ, പ്രയാസങ്ങളിലുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രയാസങ്ങളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ സങ്കടങ്ങളിലും നിരാശകളിലുമൊക്കെ കഴിയുന്ന പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ പറഞ്ഞു, അവനാൽ കഴിയുമെങ്കിലെന്നല്ല, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമായി തീരും. ഈ വിശ്വാസമാണ് ഉണ്ടാകണമെന്ന് യേശു തമ്പുരാൻ വിളിച്ചു പറഞ്ഞത്. ഈ വിശ്വാസമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും. സ്തെഫാനോസ് സഹദായുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ എവൻഗേലിയൻ ഭാഗം വായിക്കുമ്പോൾ നഥാനിയേലിനോട് യേശു തമ്പുരാൻ പറയുന്ന കാര്യമുണ്ട്. നീ അത്തിയുടെ ചുവട്ടിലിരുന്നു എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമല്ല, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്മാർ സ്വർഗത്തിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും, ദൈവപുത്രന്മാർ സ്വർഗത്തിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണും, നിങ്ങൾ കാണുമെന്ന് വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിയത്, അത് സാക്ഷ്യയോഗ്യമായി തീർന്ന യേശുതമ്പുരാന്റെ വചനം അർത്ഥവത്തായി തീർന്നത് അവിടുന്ന് സുവിശേഷം കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സ്തെഫാനോസ് സഹദായുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. കല്ലേറുകൾ കൊണ്ട്, വേദന കൊണ്ട്, എല്ലു നുറുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അവൻ പിറുപിറുക്കാതെ, അവൻ തെറി പറയാതെ, അവൻ ചീത്തവാക്ക് ഉപയോഗിക്കാതെ, അവൻ ഓടി ആക്രമിക്കാതെ, അവൻ മൗനമായി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അവൻ ദർശിക്കുന്ന ദർശനം യേശുതമ്പുരാന്റെ വാക്കുകളാണ്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്മാർ അല്ലെങ്കിൽ ദൈവപുത്രന്മാർ മനുഷ്യരുടെ ഇടയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദർശനം കണ്ടു. പിന്നെ അവന് കല്ലുകൾ വെറും പൂക്കൾ പോലെ, വെറും പഞ്ഞികൾ പോലെ ആയിത്തീർന്നു. ആ ദർശനത്തിൻ്റെ അനുഭവം, ആ വിശ്വാസത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയമുള്ളവരെ നൽകുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരണം. യേശു തമ്പുരാൻ പറഞ്ഞു, നിന്നാൽ കഴിയുമെങ്കിലെന്നല്ല, വിശ്വസിക്കുന്നവന് സകലതും സാധ്യമായി തീരും. യേശു തമ്പുരാൻ ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യനിൽ ഒരു കരണ്ടടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ചിന്തകൾ മുഴുവൻ തകിടം മറിയുന്ന പോലെ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം അവൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. യേശു തമ്പുരാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഉടനെ പിന്നെ പറയുന്നത് ഇതാണ്. 24 വാക്യം വേദപുസ്തകമുള്ളവർ വായിച്ചോളുക, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചോളാം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. ഒരു നൈമിഷികമായ നിമിഷങ്ങളിലൂടെ, യേശുവിൻ്റെ ഒരു താക്കീതിലൂടെ, യേശുവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ ആ മനുഷ്യൻ ജീവജല നദി ഒഴുകുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം പ്രാപിപ്പാനായിട്ട് അവൻ ശക്തനായി തീർന്നുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. ജീവിതത്തിൽ പ്രാർത്ഥിച്ച് നിരാശയാകുന്ന ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ വാക്ക് ഏറ്റുചൊല്ലുന്നത് ഏറെ നല്ലതാണ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണം. വിശ്വാസത്തോടുകൂടെ ചോദിക്കുവാനായിട്ട് സാധിക്കണം. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ശക്തമായി പറയുന്ന ഉപായിയായ മനുഷ്യൻ അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ വിശ്വാസിയായ നിങ്ങൾക്ക് എത്രമാത്രം അധികമായിട്ട് ചോദിക്കാം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല, എന്നെ സൗഖ്യമാക്കിയിട്ടല്ലാതെ ഞാൻ വിടുകയില്ല. അങ്ങനെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന എത്രയെത്ര ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ജീവിതത്തിൻ്റെ സാക്ഷ്യയോഗ്യമായ അനുഭവമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ യാചിക്കുക, അതിലധികമായി അവൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയമില്ല. അതിനുവേണ്ടി വിദൂരങ്ങളിൽ പോകണമെന്നോ മറ്റു സ്ഥലങ്ങളിൽ പോകണമെന്നില്ല. നീ ഇരിക്കുന്നിടത്ത്, നീ നിൽക്കുന്നിടത്ത്, നീ ചരിക്കുന്നിടത്ത് വിശ്വാസത്തോടുകൂടെ ചോദിക്കുക, എൻ്റെ ദൈവമേ, എന്നെ സൗഖ്യമാക്കണം. ആ പാവിയായ അമ്മ
യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് പറഞ്ഞു, കർത്താവേ, യജമാനനെ നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ കൊണ്ട് തൃപ്തരാകുന്നില്ലേ? നിരാശനാക്കി വിടുവാൻ ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ പല സംഭവങ്ങൾ സംഭവിച്ചേക്കാം. ഒരുപക്ഷെ മറ്റുള്ളവർ നിന്നെ കളിയാക്കിയേക്കോ, എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ എന്ന് നിങ്ങളെ കളിയാക്കിയേക്കാം. പക്ഷെ ആ വിശ്വാസം, എൻ്റെ മകൾക്കാണ് സൗഖ്യം, മറ്റൊരാൾക്കല്ല വേണ്ടത്, എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം, അതുകൊണ്ട് നീ എന്നെ കളിയാക്കിയാലും നീ എന്നെ എന്തു പറഞ്ഞാലും എനിക്ക് ജീവിച്ചേ മതിയാകൂ, എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞവൾ, പ്രിയമുള്ളവരെ, അവരാരും നിരാശരായിട്ട് പോയിട്ടില്ല. വേദപുസ്തകം ഓർപ്പിക്കുന്നത് പോലെ അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ചാണ് പോയത്. അതുകൊണ്ട് ആ മനുഷ്യൻ ഏറ്റുപറയുകയാണ്, കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണം, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ട്, കർത്താവിന് സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ എന്നുള്ള പാട്ട്. അറിയാവുന്നവർ ചേർന്നൊന്ന് പാടുക. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയെ ഉറപ്പിക്കുന്ന ഒരു പാട്ടാണ്. അറിയാവുന്നവർ ചേർന്ന് പാടുക. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകണമേ. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻകൃപയേകണമേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ വൻകൃപ നൽകണമേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോരശക്തി എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കഷ്ടതകളും സഹിഷ്ണുതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടബാധ്യതകളും ഞെക്കി ഞെരുക്കുന്ന ജീവിത സാഹചര്യമുണ്ടെങ്കിൽ ഏറ്റുപാടാനായിട്ട് സാധിക്കണം. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോരശക്തി എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഈ മനുഷ്യൻ ഏറ്റുപറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നമ്മൾ പറയും, അത് ഒരു പക്ഷേ നമുക്ക് കഷ്ടത വന്നത് നമ്മുടെ സമയദോഷം കൊണ്ടാണെന്ന് വേണേൽ പറയാം, വേറൊരുത്തൻ കൂടോത്രം ചെയ്തതാണെന്ന് പറയാം. അങ്ങനെ കാരണങ്ങൾക്ക് മേൽ കാരണങ്ങൾ കണ്ടെത്താം. ആ കാരണങ്ങൾ അങ്ങനെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പാട്ട് വിശ്വാസത്തോടുകൂടെ പറയുക, പ്രിയമുള്ളവരെ, ലോകവും പാവവും പിശാചും ഒന്നും യാതൊരു സംഗതിയും എന്നെ തൊടുകയില്ല. കാരണം യേശുവിൻ്റെ ചിറകിൻ്റെ മറവിലാണ് ഞാൻ നിൽക്കുന്നത്. പരുന്ത് കുഞ്ഞുങ്ങളെ, കോഴിക്കുഞ്ഞുങ്ങളെ റാന്താൻ വരുമ്പോൾ അമ്മ പക്ഷേ ചിറക് ചേർത്ത് അങ്ങ് ചേർത്തമക്കും. ഒരു കാരണവശാലും ഒരു കുഞ്ഞിനെ പോലും ചിറകിൻ്റെ മറവിലാണെങ്കിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പരുന്തിനെ സംബന്ധിച്ചിടത്തോളം 10, 20, 25 കിലോ വേണേലും അതിൻ്റെ നഖത്തിൽ ഉടക്കിക്കൊണ്ട് അതിന് പൊക്കാം. ഈ തള്ളപ്പക്ഷിയും കോഴിക്കുഞ്ഞും എല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിലോ കാണും? അല്ലേ, 1-2 കിലോയെ കാണത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ സൃഷ്ടി അതാണ്. തള്ളക്കോഴിയുടെ ചിറകിൻ്റെ മറവിലാണെങ്കിൽ കോഴിക്കും ഒന്നും സംഭവിക്കത്തില്ല, കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെയാണ് പറയുന്നത്, അവിടുത്തെ ചിറകിൻ്റെ മറവിലാണ്. പക്ഷെ എനിക്കൊരു കാര്യം തരണം, എൻ്റെ മനസ്സിടറിപ്പോകരുത്. ഈ അമ്മ എന്നെ കൊല്ലാനായിട്ടാണ് ഈ ചിറകിൻ്റെ ശക്തി കൊണ്ട് മൂടുന്നതെന്ന് ചിന്തിച്ചാൽ, ഞാനൊന്ന് വെളിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് ചിന്തിച്ചാൽ, അമ്മയിൽ വിശ്വാസമില്ലെങ്കിൽ, അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നവനിൽ വിശ്വാസമില്ലെങ്കിൽ നിന്റെ ജീവിതം ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം. അവിടുത്തെ ചിറകിൻ്റെ മറവിലാണ്. എനിക്കൊരു ശക്തി തരണം, എൻ്റെ വിശ്വാസമൊന്ന് വർദ്ധിപ്പിക്കണം. ഞാൻ ചഞ്ചലപ്പെടുകയാണ്, ഞാൻ നിരാശപ്പെടുകയാണ്, ഞാൻ ആകുലപ്പെടുകയാണ്. എന്നോട് പറഞ്ഞു, അവിടെ പോയാൽ നീ രക്ഷപ്പെടും, ഇവിടെ ചെന്നാൽ നീ രക്ഷപ്പെടും, അങ്ങോട്ട് പോയാൽ നീ രക്ഷപ്പെടും. എവിടെയും പോകണ്ട, നിന്റെ വിശ്വാസം ഒന്ന് റീചാർജ് ചെയ്താൽ മതി.
നിന്റെ വിശ്വാസം ഇങ്ങനെ ഡൗൺ ആയിട്ട് കൊണ്ടിരിക്കുക. വീട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ സേവനമനുഷ്ഠിക്കുന്ന പള്ളിയിൽ സംഭവിച്ചതുപോലെ, ഏത് പള്ളിയാണെന്ന് പറയുന്നില്ല, അല്ലെ നിങ്ങൾ അപ്പുറം പോയി പറയും, അതിലപ്പുറയല്ല കേട്ടോ. പിള്ളേർ സൺഡേ സ്കൂൾ തുടങ്ങുകയാണല്ലോ. പിള്ളേരൊരു വർഷക്കാലം കൂടി നിന്നിട്ട് വന്നു. പക്ഷേ ആകെ കിടന്ന് കറങ്ങുകയായി. നേർച്ച ഇടേണ്ടത് എവിടെയാണെന്ന് അറിയത്തില്ല, മറന്നുപോയി. റീചാർജ് മുഴുവൻ തീർന്നുപോയി. മറ്റേ കൃത്യമായിട്ട് വന്ന് നേർച്ചയൊക്കെ ഇട്ട് വന്ന് സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ എവിടെ ഇടണമെന്ന് അറിയത്തില്ല. ആരുടെയും കുറ്റമല്ല, ഞാൻ കുറ്റം പറഞ്ഞതുമല്ല, അങ്ങനെ ചിന്തിക്കരുത്. വിശ്വാസം കുറഞ്ഞ് വെറും താളടിയായിപ്പോയി. ഈ സാഹചര്യത്തിൽ ലോകം മുഴുവൻ ബാധിച്ച ഒരു വൈറസിനെ പിടിച്ചു കുലുക്കുന്ന ജീവിത സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കും പറയാനായിട്ടൊന്നേ ഉള്ളൂ, എൻ്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണം, എന്നോട് പൊറുക്കണം, എൻ്റെ അറിവില്ലായ്മയോട് ക്ഷമിക്കണം. ആ മനുഷ്യൻ അത്രയും പറഞ്ഞു. യേശു പറഞ്ഞു, ആ കുഞ്ഞിനെ ചേർത്ത് വിളിച്ചിട്ട് അവനെ നോക്കിക്കൊണ്ട് അവനെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അവനോട് പ്രത്യേകാല സസൂക്ഷ്മമായിട്ട് പറഞ്ഞ വാക്യം ഇതാണ്, 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ നീ വിട്ടുപോവുക, ഇവനിൽ കടക്കരുത്. പറഞ്ഞു എന്നല്ല, കൽപ്പിച്ചു. അവൻ കൽപ്പിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ നീ വിട്ടുപോവുക, ഇവനിൽ നീ കടക്കരുത് എന്ന് അവൻ കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, യേശുവിനിത് ആദ്യം കണ്ടു വേണേൽ ചെയ്യാമായിരുന്നു, അല്ലേ? ഈ ഒരാൾ കിടന്ന് കഷ്ടപ്പെടുന്നു, യേശുവിനിത് അറിയാം. പക്ഷേ അവൻ കൽപ്പിക്കണമെങ്കിൽ, അവൻ പറയണമെങ്കിൽ, നീ വിശ്വാസത്തോടുകൂടെ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലണം. ഈ സമയങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ട്, എന്നെ ഒത്തിരി ആകർഷിച്ച പാട്ടാണ്, നമ്മുടെ ഒരു പാസ്റ്റർ എഴുതിയ പാട്ടാണ്, ഒരു വാക്ക് മതി എനിക്കത് മതിയേ എന്ന് പറഞ്ഞൊരു പാട്ട്. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പാട്ട് പാടാൻ വേണ്ടിയല്ല കേട്ടോ. ഒരു വാക്ക് മതി എനിക്കത് മതിയേ എന്ന് പറഞ്ഞ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ചെല്ലുന്ന ആ സാഹചര്യത്തെ ഓർപ്പിച്ചുകൊണ്ട് പറയുന്നതിലെ ആ പാട്ടിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ, യേശുവേ ഒരു വാക്ക് മതി, എനിക്കത് മതി, നീ ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി. എത്ര ലക്ഷങ്ങൾ മുടക്കിയാലും എത്ര വർഷങ്ങൾ ചെലവഴിച്ചാലും നിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് ഇതുപോലൊന്ന് പറയുക, നീ ഒന്ന് കൽപ്പിച്ചാൽ മതി, ഇവന്റെ ജീവിതം ഇന്ന് മുതൽ ശരിയാകും. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ നീ വിട്ടുപോവുക. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്കൊന്ന് വന്നിട്ട് പറയുക, അല്ലെങ്കിൽ എന്നോട് പറയുക, സഖായേ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വസിക്കും, നീ എന്നെ വിളിക്കുവൊന്നും വേണ്ട, അങ്ങോട്ട് പറയുക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വസിക്കും. അവൻ്റെ ജീവിതം മുഴുവൻ മാറി. ഒരു വാക്ക് മതി. നീ പറഞ്ഞാൽ എന്നാ സാധിക്കാത്ത? നീ ലാസറേ പുറത്തു വരിക, ഒരു വാക്കേ പറഞ്ഞുള്ളൂ, അല്ലേ? ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു, ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അവൻ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, ഒരു വാക്കേ പറഞ്ഞുള്ളൂ. നീ പോയി നിന്റെ കണ്ണു കഴുകാനേ പറഞ്ഞുള്ളൂ, ഒരു വാക്കേ പറഞ്ഞുള്ളൂ. അവിടെ വലിയ പ്രോസസ്സൊന്നുമില്ല. വിശ്വാസത്തോടുകൂടെ ചെന്നാൽ മതി, ഒരു വാക്ക് മതി. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ പറഞ്ഞു, ഈ കുഞ്ഞ്, ഇവനിൽ ബാധിച്ച ഭൂതം അവനെ വിട്ടുപോയി, അവനെ നിലച്ചഴിച്ച് അവൻ പൊടിയിലൂടെ അവനെ കണ്ട് ജനങ്ങൾക്ക് നോക്കി നിൽക്കുമ്പോൾ ഇവൻ മരിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന ഒരനുഭവത്തിലേക്ക് ആയിത്തീരുകയാണ്. യേശു തമ്പുരാൻ അവനെ കൈക്ക് പിടിച്ചു, അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു സന്തോഷമുള്ളവരായിട്ട് അവൻ തിരികെ പോവുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാറായി. ഇവർ തിരികെ പോയി കഴിഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ യേശു തമ്പുരാനോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്കെന്നാണ് ഇത് സാധിക്കാൻ പറ്റാത്തത്? യേശു തമ്പുരാനോട് പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാനായിട്ട് പറഞ്ഞാൽ മാറിപ്പോകും. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. നിങ്ങളുടെ അവിശ്വാസ നിമിത്തം അത്രേ എന്ന് മാത്രമേ യേശു പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് എന്താണ് ഇത് സാധിക്കാഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അവിശ്വാസ നിമിത്തം അത്രേ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിൽ വിശ്വാസമില്ലേ? ഇല്ലേ? പിന്നെ യേശു അങ്ങനെ പറഞ്ഞത്? അവർ കൂടെ നിന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്നാണ് യേശു അങ്ങനെ പറയാനായിട്ട് കാരണം? വളരെ വേഗത്തിൽ പറഞ്ഞുകൊള്ളാം. എവിടെയാണ് ഈ അവിശ്വാസം സംഭവിച്ചത്? മലയുടെ താഴ്വാരത്തിൽ 12 പേരും യേശുവിൽ നിന്ന് യേശു പറഞ്ഞു, പത്രോസും യാക്കോവും യോഹന്നാനും എൻ്റെ കൂടെ പോര്.
പിന്നെ ഈ 9 പേരുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, ഞങ്ങളെല്ലാം ഒന്നിച്ച് നടന്നിട്ട് ഈ 3 പേരെ കൂട്ടിക്കൊണ്ട് ഈ മലമുകളിൽ എന്നെ എടുക്കാൻ പോവുക അല്ലേ? ഞങ്ങളും വിളിച്ചിട്ട് വന്നവരാണ് അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന അവിശ്വാസത്തിൻ്റെ ചിന്തയുടെ അചഞ്ചലത്വം പോലെ അവരുടെ മനസ്സിലുമുണ്ടായി. അവരുടെ മനസ്സിലൊരു വലിയവനും ചെറിയവനും എന്നുണ്ടായി. നമുക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവർക്കുള്ളത്? ഇങ്ങനെ അവർ വിശ്വാസത്തിൽ താന്നുപൊക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര് വരുന്നത്? ആ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ കുഞ്ഞുമായിട്ട് വന്ന്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ അവിശ്വാസ നിമിത്തമത്രേ നിങ്ങൾക്ക് സാധ്യമാകാഞ്ഞത് എന്ന് പ്രത്യേകാൽ പറഞ്ഞു. അതുകൊണ്ട് യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്ന വലിയ പെരുന്നാളിൻ്റെ വചനം, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു തമ്പുരാൻ നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകുമെന്ന് പറയുന്നു. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യം. ഉൽപ്പത്തി മുതൽ സുവിശേഷം മുതൽ വെളിപാട് പുസ്തകം വരെ കടന്നു വരുമ്പോൾ അതിൻ്റെ അവസാന അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പ്രത്യേകമായിട്ട് ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്: വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കട്ടെ. വെളിപാട് പുസ്തകം അവസാനിക്കുമ്പോൾ അതിൻ്റെ 17-ാം വാക്യവും ഇപ്രകാരമാണ് പറയുന്നത്: വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കാര്യസ്ഥൻ കടന്നു വരുമ്പോൾ ഞാൻ പോയി എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. കുറവുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തരും. ആ കുറവുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആത്മാവ് പറയുകയാണ്, എൻ്റെ സഹോദര വരിക, എന്നെ കേൾക്കുന്നവരെ വരിക. മണവാട്ടി ആരാണ്? ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയും പറയുന്നു വരിക എന്ന്. സഭയും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും പറയുന്നു വരിക എന്ന്. ക്രിസ്തുവും മണവാട്ടിയായ സഭയും പരിശുദ്ധാത്മാവും പറയുന്ന, കേൾക്കുന്ന, നമ്മുടെ വിശ്വാസമനുസരിച്ച് ആചാര്യന്മാരും മഹിതാചാര്യന്മാരും പ്രബോധകരും പ്രബുദ്ധരുമായ ആളുകൾ പറയുന്നു, കേൾക്കുന്ന ഏവരുമേ വരിക. എങ്ങോട്ട് വരിക? വരിക, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ ആരാധനയും, പ്രത്യേകിച്ച് നമുക്കറിയാം വിശുദ്ധ കുർബാന എടുത്ത് അത് വാഴ്ത്തുന്ന അനുഭവത്തിൽ കർത്താവിൻ്റെ വിലയേറിയതായ തിരുശരീരക്തങ്ങൾ ഇത് സൗജന്യമായി വാങ്ങി ഭക്ഷിപ്പിനെന്നാണ് ആചാര്യൻ വിളിച്ചു പറയുന്നത് അല്ലേ? ഇത് സൗജന്യമായി വാങ്ങി ഭക്ഷിപ്പിൻ. ഇതിന് വില കൊടുക്കേണ്ട കാര്യമില്ല. ആഗ്രഹത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, ഒരുക്കത്തോടുകൂടെ ആത്മാവ് പറയുകയാണ്, വരിക, ഈ കർത്താവിൻ്റെ തിരുശരീര രക്തം നീ അനുഭവിക്കുക. പെരുന്നാള് അതാഘോഷമല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ പടക്കങ്ങളും വാദ്യമേളങ്ങളും ഒക്കെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതല്ല. നീ വിശുദ്ധിയോടെ, നീ വിശ്വാസത്തോടെ ഈ വെളിപാട് കേട്ട, വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ആത്മാവും മണവാട്ടിയും ഒക്കെ പറയുന്ന ആചാര്യന്മാരും മഹിതാചാര്യന്മാരും പറയുന്ന ഈ വാക്കാണ്, നീ വരിക, നീ വന്ന് കർത്താവിൻ്റെ തിരുശരീര രക്തം അത് സൗജന്യമായി വാങ്ങി ഭക്ഷിക്കുക. അങ്ങനെ ഭക്ഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന മുമ്പുള്ള പ്രാർത്ഥനയിലൊക്കെ നാം ഓർമ്മിക്കുന്ന പോലെ ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകുകയാണ്. നിത്യജീവന് വേണ്ടി നൽകുകയാണ്. ഇത് നിത്യജീവൻ്റെ ഉറവയായിട്ട് ഇത് നിർഗമിക്കുവാൻ തക്കവണ്ണമുള്ളതാണ്. ഇത് നിനക്ക് അത് വിശക്കപ്പെടക്കുവാനോ നിനക്ക് ശോധന ചെയ്യാതെ ഭക്ഷിക്കുവാനായിട്ടുള്ളതല്ല. നീ ഒരുക്കത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നിന്നെ റീചാർജ് ചെയ്യുന്നതാണ്. നിന്നെ ചിറകിൻ്റെ മറവിൽ ചേർത്ത് നിൽക്കുമ്പോൾ ഈ തിരുശരീര രക്തങ്ങളാണ് നിനക്ക് വേണ്ടി സംസാരിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ അംശമാണ് നിന്നിലുള്ളത്. ആ അംശം നിനക്ക് വേണ്ടി സംസാരിക്കും. ആ അംശം നിന്റെ ഉള്ളിൽ നിന്ന് നിന്റെ പോരാടുന്ന ശക്തികളോട് എതിർക്കും. അച്ഛൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ നിത്യതയുടെ മരുന്നാണത്. നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിട്ട് അത് നിർഗമിക്കും. പ്രിയമുള്ളവരെ, ആ വചനത്തിൻ്റെ സംഗ്രഹമാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ വലിയ പെരുന്നാളിൽ നമുക്ക് ദർശിക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു തമ്പുരാൻ നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കിലേക്ക് വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഈ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ
അത് വലിയ ആരാവാരങ്ങളെക്കാൾ ഉപരിയായിട്ട് അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്തുകൊണ്ട് വിശ്വാസത്തെ ശക്തീകരിച്ചുകൊണ്ട് ആ മനുഷ്യനെ പോലെ കുറവുണ്ടെങ്കിൽ ഏറ്റുപറയണം, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണം, എന്നെ ശക്തിപ്പെടുത്തണം. നിൻ്റെ തിരുശരീര രക്തമാണ് അതിനുള്ളത്. അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുവാനായിട്ട് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം, നോമ്പെടുക്കണം. അതൊക്കെയാണ് നിന്നെ ശക്തിപ്പെടുത്തേണ്ടത്. നാം വിചാരിക്കും ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാതെ നമ്മളങ്ങ് ക്ഷയിച്ചു പോകുമോ? നല്ല പ്രിയമുള്ളവരെ, നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ഈ അനുഭവങ്ങളോട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ അനുഗ്രഹീതമായ അനുഭവം നമ്മുടെ പെരുന്നാളുകളിൽ ഉൾക്കൊള്ളട്ടെ. അത് പെരുന്നാളാകുന്നത് വിശ്വാസത്തെ ശോധന ചെയ്തുകൊണ്ട്, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുമ്പോഴാണ് നമ്മുടെ പെരുന്നാളായിത്തീരുന്നത്. ആ വിശ്വാസ സംഹിതയിലേക്ക് ഉയർന്നു വരുവാൻ തക്കവണ്ണം നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവിനെന്ന യേശുവിൻ്റെ പാവനമായ വാക്യത്തെ സ്മരിക്കുവാൻ തക്കവണ്ണം ഈ പെരുന്നാൾ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെരുന്നാളിലെ ഈ ദിവസത്തെ സുവിശേഷം നിങ്ങളോട് ഉദ്ഘോഷിക്കുവാൻ തക്കവണ്ണം ശക്തനാക്കിയ ദൈവത്തെ ഏറ്റവും ഭക്തിയോടുകൂടെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രിയ വൈദിക സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട ജോണിയച്ചനോടും ലിബിനച്ചനോടും ഒക്കെയുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.